അസ്സലാമലൈക്കും. ആൻഷൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക. എന്നിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടോ നോക്കട്ടോ. എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം ഇങ്ങനെ പുട്ടായാലൊന്ന് അപ്പം ഒന്ന് പുട്ടന്നെ, വെറും പുട്ടല്ല മക്കളെ, ഇന്ന് ചിരട്ടപ്പുട്ടാ. എല്ലാവരും ഇങ്ങനെ ചിരട്ടപ്പുട്ട് ഇങ്ങനെ ചൂടിനെ കാണുമ്പോൾ ഞമ്മക്കും തന്നെ ഒരു പൂതി, ഞമ്മളും ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ. അപ്പം ഞമ്മക്കുണ്ടല്ലോ ചിരട്ടപ്പുട്ടിൻ്റെ ആ കുറ്റിയൊന്നുമില്ല കേട്ടോ. അപ്പം ചിലവർക്കൊക്കെ ഉണ്ടല്ലോ ആ കുറ്റിയുണ്ട്, പക്ഷേങ്കിൽ ഞമ്മക്ക് കുറ്റിയൊന്നുമില്ല. അപ്പം അതിക്ക് ചാറ് എന്ന് പറഞ്ഞാൽ കോഴിയാണ് കേട്ടോ. അപ്പോൾ കോഴിക്ക് ഇന്നലെ മിഞ്ഞാന്നൊക്കെ ആയിട്ട് കുറച്ച് വിലക്കുറവുണ്ടായിന്. അപ്പം നമ്മൾ ഏതായാലും 2-3 കിലോനാണ് വാങ്ങി വെച്ചിരിക്കണം കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ റേഷൻ പീടികയിൽ നിന്ന് കിട്ടണേ മട്ടേരി ഉണ്ടല്ലോ, അത് തലേന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ട് പിറ്റേന്ന് രാവിലെ നമ്മൾ കഴുകിയിട്ട് ഓട്ടപ്പാത്രത്തിൽ ഊറ്റിയാണ് വെച്ചിട്ട് നിസ്കരിച്ചാൻ പോകും. നിസ്കാരം കഴിഞ്ഞ് വന്നിട്ട് നമ്മളുണ്ടല്ലോ ഒരു തുണിയിലും ഇങ്ങോട്ട് അത് പരത്തിയാണ്ട് കേട്ടോ. ഇങ്ങിട്ട് പിന്നെ പരത്തിയാണ്ടിട്ടിട്ട് ആ ഒന്ന് വെള്ളം തോർന്നിട്ട് നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ചായൻ്റെ വെള്ളമൊക്കെ തിളച്ചു, പൊടിയും പഞ്ചാരയൊക്കെ ഇട്ടിക്കണ്. പിന്നെ നമ്മൾ ഇതാക്കണേ തേങ്ങ പൊട്ടിച്ചിക്കണം കേട്ടോ. അപ്പോൾ വലിയ തേങ്ങ ആയതുകൊണ്ട് ആ ഗ്ലാസ് നിറച്ചും വെള്ളം ഉണ്ടാവുമെന്ന് നമ്മൾ വിചാരിച്ച്, പക്ഷേങ്കിൽ നമുക്ക് വിചാരിച്ചിനി കുഴപ്പമൊന്നുമില്ലല്ലോ. ഏതായാലും അരക്കറ്റുള്ളതിന് കേട്ടോ. അപ്പോൾ ഏതായാലും ഞാനൊരു തുള്ളി കുടിച്ചിക്കാണ്ട് നമുക്കൊരു പൂതി കുടിച്ചാൽ ബാക്കി അവിടെ ഞാൻ വെച്ചിക്കണം കേട്ടോ. മിന്നുട്ടിയോ സൈനോട്ടനോ ആരെങ്കിലും വരികയാണെങ്കിൽ കൊടുക്കുക വിചാരിച്ചിട്ട് അങ്ങനെ പിന്നെ നമ്മൾ ഒരു തുള്ളി ചായ ഞാൻ പാട്ടിയിലെടുത്ത് വെച്ചിക്കണം കേട്ടോ നമുക്ക് കുടിച്ചാൽ. അങ്ങനെ പുട്ടുക്കില്ല തേങ്ങ നമ്മൾ ചിരണ്ടി വെച്ചിക്കണ്. പിന്നെ നമ്മൾ ഇതാക്കണേ പുട്ടിനുള്ളത് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ കുറച്ച് ചെട്ടുകാണ്ട് പൊടിച്ചണം. പിന്നെ നമ്മൾ ഇതിങ്ങനെ ആകുമ്പോൾ എന്താണെന്നറിയോ, മിക്സി ഇങ്ങനെ ഓഫാക്കി കുറച്ച് നേരം ഓണാക്കിയിട്ട് പിന്നെ ഓഫാക്കിക്കാണ്ട് അങ്ങനെ ഇടണം കേട്ടോ. അല്ലാതെ ഇങ്ങനെ ഇട്ടുകാണ്ട് കറക്കിയാൽ നമ്മളെ മിക്സിയാണ് ചൂടാകും. ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മിക്സിയാണ്ട് ഓഫാകും കേട്ടോ. അപ്പോൾ പിന്നെ പുട്ട് ചൂടിൻ്റെ പൂതിയാണ് തീരും. പുതിയ പളാരെ എത്തുന്ന ചീത്താറേ. അപ്പോൾ പിന്നെ അതിന് നിൽക്കണ്ട. അപ്പോൾ ഓഫാക്കിയും ഇട്ടു അങ്ങനെ പൊടിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് നനവ് കുറച്ച് കുറവുണ്ടാവും. പിന്നെ കുറച്ചുകൂടി വെള്ളമൊക്കെ പാർന്നിട്ട് നമ്മൾ വെള്ളം പാരല്ല കേട്ടോ, കുടഞ്ഞുകാണ്ടൊക്കെ ഒന്ന് പാകത്തിനാക്കി എടുക്കണം കേട്ടോ. നമ്മൾ പീടിയിൽ നിന്നൊക്കെ വാങ്ങണ പുട്ടുംപൊടി അങ്ങനെയാണല്ലോ, കുഴച്ച് വെച്ചാൽ പിന്നെയും കുറച്ച് വെള്ളം പറന്നുകാണ്ട് പിന്നെയും കുഴച്ചിക്കാണ്ട് ഇതാക്കി എടുക്കണമല്ലോ, അത് വലിയല്ലോ. അപ്പോൾ അതേമാതിരി തന്നെയാണ് കേട്ടോ. അങ്ങനെ പൊടിയൊക്കെ നമ്മൾ നനച്ച് വെച്ചിക്കണേ. പിന്നെ നമ്മൾ അടുപ്പത്താണ് കേട്ടോ ചൂടുന്നത്. അപ്പോൾ നിങ്ങളിങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവും ചിരട്ടപ്പുട്ട് പറഞ്ഞിട്ട് ഇപ്പം എന്താ അപ്പോൾ ഇത് സംഭവം, കോളെടുത്ത് കുറ്റിയില്ല, പിന്നെ ഇപ്പം എന്താന്ന് അതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായേക്കും എന്താണെന്നുള്ളതൊക്കെ. അങ്ങനെ വെണ്ണൂറൊക്കെ വാരി നമ്മൾ വിറകൊക്കെ പൊട്ടിച്ച് ഒക്കെ ഇട്ടിക്കണം കേട്ടോ. പിന്നെ തിജ്ജൊക്കെ കത്തിച്ചിക്കണേ. പിന്നെ നമുക്ക് എന്താട്ടണം, നമ്മളെ പുട്ടിനുള്ള തൂക്കുണ്ടല്ലോ വെള്ളമൊക്കെ വെച്ചിട്ട് നമ്മൾ തൂക്ക് ഇങ്ങനെ അടുപ്പൊക്കെ ചാടണീനാണ് കേട്ടോ. ഞാൻ ഒരു നമ്മളെ ഓട്ടും കണ്ടം വെച്ചിക്കണം കേട്ടോ. ഇനി അത് ലെവൽക്കാക്കി വെച്ചിക്കണേ. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ ചിരട്ടപ്പുട്ട് ഉണ്ടാക്കാനുള്ളതാണ്. ചിരട്ടി തന്നെയാണ് പുട്ട്. എല്ലാവരും ചിരട്ടൻ്റെ അച്ചാണല്ലോ വാങ്ങിക്കണത്. അപ്പോൾ ഞാൻ എന്താട്ടി ചിരട്ടപ്പുട്ട് എന്ന് പറഞ്ഞാൽ ചിരട്ടി തന്നെ പുട്ടിടണം. അപ്പോഴാണ് ചിരട്ടപ്പുട്ട് എന്ന് പേര് വരുള്ളൂ. അല്ലാതെ ഒരു ആകൃതി ഉണ്ടായതുകൊണ്ടൊന്നും ഒരു കാര്യമല്ല. ഇനിയിപ്പോൾ ചിരട്ടപ്പുട്ട് ചൂടാൻ പൂതില്ലോലുണ്ടല്ലോ, ഇങ്ങനെ ഒരു വലിയൊരു ചിരട്ട എടുത്തോളി. ഇനി അല്ലെങ്കിൽ ചെറുതായാലും ഒരു കുഴപ്പമില്ല, ഇതിൽ പുട്ടിട്ടാലും നല്ല പുട്ടേക്കാനും ചിരട്ടപ്പുട്ടായാൽ പോരെ. അപ്പോൾ ഏതായാലും പിന്നെ നമ്മൾ കോഴി ചാറക്കണമല്ലോ. അപ്പോൾ ഞാൻ എന്താട്ടി 2-3 വല്ലുള്ളിയും 2-3 തക്കാളിയും കുറച്ച് വെളുത്തുള്ളി എടുക്കണം കേട്ടോ. അപ്പോൾ ഈ വെളുത്തുള്ളി ഒക്കെ ഒന്നും എടുക്കൂല കേട്ടോ, കുറച്ചൊക്കെ എടുക്കുള്ളൂ. പിന്നെ അതാക്കണേ നമ്മളെന്താട്ടി ആ ചിരട്ട ഒരു ഗ്ലാസിൻ്റെ മേലെ വെച്ചിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ തേങ്ങ ഇട്ടപ്പോണ്ടല്ലോ ചിരട്ടൻ്റെ കണ്ണ് കുറച്ച് വലിയതായിക്കണം കേട്ടോ. അപ്പോൾ തേങ്ങ ഇട്ടപ്പോൾ അതിൽക്കൂടെ ചാടി. പിന്നെ ഞാൻ എന്താട്ടിന്നറിയോ ഒന്നുകൂടി ഇട്ടിക്കാണ്ട് ലെവൽക്കാക്കി കൊടുത്തിക്കാണ് കേട്ടോ. പിന്നെ അപ്പം തന്നെ ഞാൻ വിചാരിച്ച് പഠിച്ചോനെ പാളിയിക്കണമെന്നില്ലേ. ഏതായാലും നമ്മൾ ശരിക്കിനൊക്കെ ആക്കിയിട്ട് അത് റെഡിയാക്കി എടുത്തിക്കണം കേട്ടോ. നമ്മളുണ്ടല്ലോ ഈ പുട്ട് ഇങ്ങനെ ചുട്ടപ്പം നമ്മളിങ്ങനെ തേങ്ങാപ്പുട്ട് ചുട്ടിനല്ലോ, ചക്കര പുട്ട് തേങ്ങാപ്പുട്ട് കാരണം അതിങ്ങനെ ഓർമ്മയാളേ. ഏതായാലും സൂപ്പറാണ്. അപ്പം ഇനി നമ്മൾ ചിരട്ടപ്പുട്ട് ആദ്യമായിട്ട് ചൂടല്ലേ, അപ്പം ഇനിയിപ്പോൾ കുറച്ചുകൂടി ചൊറുക്കൊക്കെ ഉണ്ടായിക്കോട്ടെ, അത് എത്തിക്കാണ്ട് അതിൻ്റെ മേലെയൊക്കെ കുറച്ചുകൂടി തേങ്ങയൊക്കെ ഇട്ടുകൊണ്ട് നല്ല അടിപൊളിയായി സെറ്റാക്കി എടുത്തിക്കണം കേട്ടോ നമ്മൾ. ഇനി നമുക്ക് എന്താട്ടണം എന്നറിയോ, ഇത് നേരെ കൊണ്ടുപോയിക്കാണ്ട് നമുക്ക്
നമ്മളെ പുട്ടും തൂക്കിൻ്റെ മേലെയാണ് വെച്ചെടുത്തിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ പുട്ടും തൂക്കിൻ്റെ മേലെ വെച്ചപ്പം ആവി ഇങ്ങനെ പോകണുണ്ടെങ്കിൽ അത് നാലാ വൈക്കും പോവുകയാണ്. അപ്പോൾ പാളി മക്കളെ പാളി, ചേറ്റപ്പുട്ട് തിന്നേണ്ട പൂതിയാണ് തീർന്നു. എന്താ ഇപ്പോൾ കാട്ടുകയെന്ന് കരുതി നമ്മൾ വിട്ടുകൊടുത്തില്ല. എന്താ അങ്ങനെ നമ്മൾ ചേറ്റപ്പുട്ട് തിന്നണമെന്ന് വിചാരിച്ചാൽ തിന്നന്നെ ചെയ്യും കരുതിയിട്ട് നമ്മളോടാ കളിച്ചിട്ടുണ്ടായിരുന്നു കണ്ട് ഞാൻ ഒരു സീലൊക്കെ എടുത്ത് നമ്മളെ കുറ്റിക്കുണ്ടല്ലോ പുട്ടിൻ്റെ പുട്ടും തൂക്കിന് ഒരു തലീകെട്ടൊക്കെ കെട്ടി കൊടുത്തു കേട്ടോ. തലീകെട്ട് കെട്ടിയിട്ട് നിൽക്കണ്ടേ, ഏതായാലും അങ്ങനെ ഇങ്ങനെയൊക്കെ കാട്ടിക്കാണ്ടേലും തലീകെട്ടൊക്കെ നല്ല സൂപ്പറായിട്ട് കെട്ടിയിട്ടും തന്നെ നമ്മളെ ആവി പുറത്ത് പോകുന്നെ. ഇനിയിപ്പോൾ എന്താ കാട്ടുകയെന്ന് ഇങ്ങനെ ആലോചിച്ചിങ്ങനെ നിന്നപ്പം വല്ലാത്തൊരു പൊറുതിയേട് കേട്ടോ. റബ്ബേ ഞാനിപ്പോൾ എന്താ കാട്ടുക, ചേറ്റപ്പുട്ട് തിന്നാൻ പൂതി വെച്ചും ചെയ്ത് ഉണ്ടാക്കാനാണ് ഈ കജ്ജണമില്ല. ഏതായാലും നമ്മൾ വിചാരിച്ച മാതിരിയൊന്നല്ല, നമ്മൾ വിട്ടില്ല. ഏതായാലും ചിരട്ട അടിയിൽ വെച്ചിട്ടും അതിൻ്റെ മേലെ തലീകെട്ടിട്ടിട്ടും ഒക്കെ നമ്മൾ ആക്കി നോക്കി. ചിരട്ടക്കും തലീകെട്ടിട്ടി, നമ്മളെ പുട്ടും തൂക്കിനും തലീകെട്ടിട്ടി, എവിടെ നിൽക്കണ്ടേ. അപ്പം പിന്നെ ഇങ്ങനെ നിന്ന് കുറച്ച് നേരം കൂടിയും വെച്ച് ഞാൻ ഒരു തുളയൊക്കെ ഇട്ട് കൊടുത്തിട്ടും ഞാൻ വെച്ചു. അപ്പോഴും നാലാ വൈക്ക് പോകുക തന്നെയാണ്. ഇനിയിപ്പോൾ അതിന്മ കളിച്ചിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്താട്ടി നമ്മളെ പുട്ടും തൂക്കാൻ എടുത്തിക്കണം കേട്ടോ. അതിലുണ്ടല്ലോ നമ്മൾ അതിന്മ കളിച്ചെന്നാൽ ചിലപ്പോൾ മക്കൾക്ക് മദ്രസക്ക് പോകാൻ നേരം പോകും. ഞാൻ അതിൽ തേങ്ങയും പൊടി ഇട്ടിട്ട് നേരെ നമ്മളെന്താട്ടി അതിന്മ കൊണ്ടുവച്ചു. അപ്പം നിങ്ങളിങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവും എന്താ അപ്പം ഇനി ചേറ്റപ്പുട്ട് തിന്നൂലേ? തിന്നും പറഞ്ഞാൽ തിന്നും. നമ്മളൊന്ന് വിചാരിച്ചാൽ അത് നടത്തിയിട്ടേ നിൽക്കുള്ളൂ. നമ്മളെന്താട്ടിന്നറിയാം, നേരെ ഉണ്ടല്ലോ കുക്കറിൽ വെള്ളമാണ് വെച്ചിട്ട് ആ വിസിലാണ്ട് ഊരിയിട്ട് ആയ്മയാണ് കൊണ്ടുവച്ചിട്ട് ആവിയാണ് കയറ്റി. ആ ഒരു ബുദ്ധിച്ച് ആദ്യം തോന്നിയാൽ മതി. എന്നാൽ പിന്നെ ഞാൻ എന്താ വിചാരിച്ചെന്നറിയാം, ഗ്യാസ് കഴിച്ചണ്ടല്ലോ എന്ന് വിചാരിച്ച് കണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു പണി നോക്കിയെടുത്തത്. അതാകെ അങ്ങോട്ട് കുലുമാലായി എന്ന് പറയാലോ. നോക്കാണ് നിങ്ങൾ ഇപ്പോൾ ആവി വരുന്നൊരു വരവ് നല്ല അടിപൊളിയായിട്ടില്ലേ. നമ്മളെ ചിരട്ടപ്പുട്ടുണ്ണികളെ റെഡി ആയിക്കണം കേട്ടോ. അപ്പം എങ്ങനെ, അപ്പം ഇനി ആരും തൂക്കുമ്പോൾ കൊണ്ടുപോയൊന്നും വെക്കണ്ട. അപ്പം കണ്ടങ്ങൾ നമ്മളെ ചിരട്ടപ്പുട്ട് നല്ല സൂപ്പറായിട്ടില്ല ചിരട്ടപ്പുട്ട്. അപ്പം ഉണ്ടല്ലോ ഈ ചൊന്ന് കണ്ടപ്പോൾ നല്ലൊരു പൊലിവായിട്ടോ. അപ്പോൾ കണ്ടില്ലേ മറ്റേതും തന്നെ ആവി എന്തൊക്കെയാണ്. അപ്പോൾ ഒന്ന് ചുട്ടപ്പോൾ നല്ലൊരു പൊലിവ് നമുക്ക്. അപ്പോൾ ഞാൻ എന്താട്ടി ബാക്കിയുള്ളതും കൂടി ഞാൻ അങ്ങനെ തന്നെ ചുടട്ടെ എന്ന് കരുതിയിട്ട് തേങ്ങ ഇട്ടെടുത്ത് പൊടി ഇട്ടെടുത്തിട്ട് നമുക്കിനി ഒന്നും കൂടി അങ്ങനെ ചുട്ടോ കരുതിട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഉറപ്പായി നമ്മളെ ആവി കയറുന്നില്ലത്. ഏതായാലും നമ്മളുണ്ടല്ലോ ചക്കര പുട്ടേ തേങ്ങാ പുട്ടേ എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ മനസ്സിലൊരു പാട്ടൊക്കെ പാടിയിട്ട് പൊടിയൊക്കെ ഇങ്ങനെ ഇട്ടെടുത്തിട്ടോ. ഇനി ബാക്കി കൂടി നമുക്ക് അങ്ങനെയാണ് ചുട്ടെടുക്കാം. അപ്പോൾ ഇതാക്കണേ നമ്മളാ വിസിലിൻ്റെ മേലെ ആ കണ്ണാണ് താത്തിയേക്കാണ് കേട്ടോ. എന്നിട്ട് പിന്നെ ഒന്ന് മൂടി വെച്ചിക്കണം കേട്ടോ. ഇനി നമുക്ക് എന്താട്ടാ അതിങ്ങനെ ഒന്ന് ആടിക്കളിച്ചൊക്കെ ചേച്ചും, എന്നാലും കുഴപ്പമൊന്നുമില്ല. അത് അങ്ങനെ കടന്നുകാണ്ട് അങ്ങനെ വന്നോളും, ആവിയൊക്കെ വരും. ആടി നിൽക്കാൻ എഴുതിയിട്ട് ഒരു കുഴപ്പമില്ല. അപ്പം നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും എത്താപ്പം എൻ്റെ ചിരട്ടയ്ക്ക് ഒരാട്ടം. മൂപ്പര് വെള്ളം അടിച്ചിട്ടൊന്നല്ല കേട്ടോ, അതായത് നിൽക്കായിട്ടാണ്. അപ്പോൾ നമ്മൾ മറ്റേ പുട്ടും കൂടി റെഡി ആയിക്കണം. അതും കൂടി ഞാനത് കുത്തിയിട്ടിക്കണം കേട്ടോ. അപ്പോൾ ഇതാക്കണേ രണ്ടാമത്തെ ചക്കര പുട്ട് തേങ്ങാ പുട്ട് ചക്കര പുട്ട് തേങ്ങാ പുട്ട്. ഐസ് അടിപൊളിയായിട്ട് രണ്ടാമത്തെ പുട്ട് റെഡിയായി മക്കളെ. എന്താ ചുറുക്കെന്നറിയാം. അങ്ങനെ നമ്മൾ പുട്ടൊക്കെ അങ്ങനെ ചുട്ടെടുത്ത് പിന്നെ നമ്മൾ ചട്ടി തീം വെച്ചു. അതിൽ കുറച്ച് വെളിച്ചെണ്ണ വാർന്നു, പിന്നെ വല്ലുള്ളി ഇട്ട് കൊടുത്തു. നല്ലോണം ഇങ്ങനെ വാടി വന്നിട്ട് നമുക്ക് തക്കാളിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ വിചാരിച്ചിനി പഠിച്ചോനെ ചിരട്ടപ്പുട്ടും കോഴിക്കറിയും കൂട്ടിന്നിങ്ങനെ തിന്നാൻ നമുക്ക് ആഗ്രഹിച്ചാലോ. പക്ഷേങ്കിൽ ശരിയാകാന്നപ്പം വല്ലാത്തൊരു പൊറുതിയോടുണ്ടായി കേട്ടോ മനസ്സിക്ക്. നമ്മളെ ചിരട്ടപ്പുട്ട് ചൂടാന്ന് പറഞ്ഞും ചെയ്ത് പാളിയോ എന്നൊക്കെ അങ്ങനെ ആദ്യം വിചാരിച്ചു. ഏതായാലും നല്ല സൂപ്പറായിട്ട് വന്നിക്കണം കേട്ടോ. പിന്നെ തക്കാളി വാടിയപ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചാച്ചിട്ടുണ്ടല്ലോ അതിട്ട് കൊടുത്തു. പിന്നെ മുളകും പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുത്തു. ഇനി നല്ലോണം ഇളക്കി കൊടുത്തിട്ട് നമുക്കതിക്ക് കുറച്ച് വെള്ളം പറഞ്ഞു കൊടുക്കണം കേട്ടോ. കോഴിയൊക്കെ കേക്കിക്കാണ്ട് വെള്ളത്തിലിട്ട് ചീനി എന്നിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചക്കുള്ള ചാറും രാവിലേക്കുള്ള ചാറും ഒക്കെ തന്നെയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇന്ന് ഉച്ചക്ക് ഞാൻ വേറൊരു ചാറൊന്നും ഉണ്ടാക്കണില്ല. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ, വെന്ത് വരട്ടെ കേട്ടോ. അപ്പോൾ ഇതാക്കണേ നമ്മൾ കോഴിച്ചാറാക്കണേ.
അടുപ്പത്ത് കിടന്ന് അങ്ങനെ തിളക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലി ചെപ്പ് ഇട്ടെടുത്തു. അങ്ങനെ നമ്മളെ കോഴിച്ചാറ് റെഡി ആക്കണം. അപ്പം മിന്നൂട്ടിക്ക് ഏത് ചാറുണ്ടായിട്ടും കുഴപ്പമില്ല നല്ല ഓക്ക് പറ്റൂല. ഓക്ക് പഞ്ചാര ഇട്ട് കൊടുത്തു. പിന്നെ സനുവിന് കോഴിച്ചാറ് പറഞ്ഞു. അങ്ങനെ ഓന് കുറച്ച് കോഴിച്ചാറൊക്കെ പറഞ്ഞിട്ട് പിന്നെ നമ്മളും തന്നെ ഒരു ചിരട്ടപ്പുട്ടും പിന്നെ ലിവറിൻ്റെ ഒരു കണ്ടവും ഒക്കെ എടുത്ത് കുറച്ച് ചാറൊക്കെ പാർന്ന് പിന്നെ പുട്ടായാൽ തന്നെ എന്താണെന്ന് അറിയാം കുറേ ചാറ് പാരണം എന്നെങ്കിലേ അതിങ്ങോട്ട് കാണുള്ളൂ കുഴച്ചിങ്ങോട്ട് തിന്നാനേ. അപ്പോൾ കണ്ടില്ലേ നമ്മളെ ചിരട്ടപ്പുട്ടും പിന്നെ കോഴിൻ്റെ ലിവറും ഒക്കെ കൂട്ടിയിട്ടാണ് ചായ കുടിച്ച് പിന്നെ അങ്ങനെ മക്കളൊക്കെ മദ്രസക്ക് പോയിട്ടോ പരീക്ഷയ്ക്ക് പോയിക്കണേ. പിന്നെ ഞാൻ മിന്നൂട്ടി വരുമ്പോഴത്തേന് ഒരിക്കൽ ചോറ്റക്ക് സ്കൂൾ കൊണ്ടുപോകാൻ കൂട്ടാമാണല്ലോ അതിന് കുറച്ച് പുളിങ്ങിയും കുറച്ച് മുളകും പൊടി ഇട്ട് കുറച്ച് പഞ്ചാരയൊക്കെ ഇട്ട് കണ്ട് നല്ലോണം ഒന്ന് കജ്ജോണ്ടും കെട്ടി കുഴച്ചെടുത്താണ് കേട്ടോ. അപ്പോൾ ഇതാണ് പുളിയിഞ്ചി. കുട്ടികൾക്കൊക്കെ എളുപ്പം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു കൂട്ടാനാണ്. നല്ല പുളിയിഞ്ചിയാണ് ഇട്ടത്. നല്ല രസമാണ് കേട്ടോ അതിങ്ങനെ നാമക്കാൻ. അങ്ങനെ ഏതായാലും നമ്മൾ അതൊക്കെ ഓർക്ക് പാത്രത്തിലാക്കി കൊടുത്തിക്കണേ. അങ്ങനെ സനു പോയി മിന്നൂട്ടിനെ മാറ്റി നിർത്തിക്കണം കേട്ടോ. അങ്ങനെ ഓളെ മാറ്റി നിർത്തിയിട്ട് പിന്നെ സനുവിനെ ബസ് വന്ന് ഓൻ പോയിട്ടോ. അങ്ങനെ മിന്നൂട്ടി മാറ്റിക്കാണ്ട് നമ്മളെ അയലോക്കത്തില്ലേ ഇഷക്കുട്ടിൻ്റെയും ഒക്കെ എത്തിക്ക് പോയതാണ് കേട്ടോ. ഇഷക്കുട്ടി നോഹയുണ്ട് അവിടെയൊക്കെ പോയി സ്കൂൾക്ക് പോകാനാകുമ്പോൾ മെച്ചി ഞാൻ അവിടെ നിന്ന് പോയിക്കൊണ്ട് ഇറങ്ങാണ്ട് അങ്ങനെ പോയതാണ് അവിടെ കേട്ടോ. അപ്പോൾ ഓനിപ്പോൾ ഗൾഫിൽ നിന്നാണ് ഓർക്ക് പോകാനായിക്കണേ. അപ്പോൾ അതുവരെയും ഒരു കളിച്ചാണ് കേട്ടോ. സ്കൂളിൽ വിട്ടെന്നാലും സ്കൂൾക്ക് പോകുമ്പോഴും ഒക്കെ അവിടെ തന്നെയാണ്. ഒരു കുറച്ച് നേരം കിട്ടിയാൽ അവിടെ തന്നെയാണ്. മെച്ചിയെ ഒരു പോകുമ്പോഴല്ലേ എന്നൊക്കെ പറയും മക്കൾ. അങ്ങനെ ഏതായാലും നമ്മൾ രാവിലെ മിറ്റടിച്ചോരി അങ്ങനെ മിറ്റടിച്ചോരലൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരുമ്പാൻ ഇറങ്ങിക്കണം കേട്ടോ. അപ്പോൾ എന്നും ഉണ്ടല്ലോ മെഷീനിലിട്ട് തിരുമ്പണേ. അപ്പോൾ ഇന്ന് നമ്മൾ മെഷീനിലൊന്നല്ല കേട്ടോ, ഇന്ന് നമ്മൾ കല്ലുമ്മ തിരുമ്പാന്ന് കരുതി. അപ്പോൾ കുറച്ച് തിരുമ്പാനുള്ളൂ കേട്ടോ, മെഷീനിലിട്ട് ഇടാനുമില്ല. അപ്പോൾ വെയിലുണ്ടല്ലോ അപ്പോൾ പിന്നെ അന്നാന്ന് തിരുമ്പിയാൽ മതിയല്ലോ. അല്ലെങ്കിൽ ഞാൻ മഴയൊക്കെ ആകുമ്പോൾ ഒക്കെപ്പാടെ 2 ദിവസം കൂടുമ്പോൾ ഇട്ടുകാണ്ട് ഒന്നായിട്ടാണ്ട് തിരുമ്പലാണ്. ഉണങ്ങാൻ പണിയാണല്ലോ. ഇപ്പോൾ വെയിലായതുകൊണ്ട് ഇപ്പം വേഗം ഉണങ്ങി കിട്ടുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ കല്ലുമ്മ തിരുമ്പിയിരിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ കല്ലുമ്മ തിരുമ്പിയിരിക്കുന്നുണ്ട്. പിന്നെ യൂണിഫോമും കാര്യങ്ങളൊക്കെ ആകുമ്പം മെഷീനിലിട്ടാലും കുറച്ച് ഇതാണ്. അങ്ങനെ തിരുമ്പലും കൂളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ഞാൻ എന്താട്ടിന്ന് അറിയാം കുറച്ച് നെയ്ച്ചോറൊക്കെ എന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ കുക്കറിലാണ് വെക്കുന്നത്. അതിൽ കുറച്ച് ഏലക്കായും കറാമ്പൂവും പട്ടിയും ഒക്കെ ഇട്ടിക്കണേ. പിന്നെ നമ്മൾ നെയ്ച്ചോറിൻ്റെ ഓല ഇട്ട് കൊടുത്തിക്കണേ. എന്നിട്ട് പിന്നെ നമ്മൾ അരി കഴുകി വെച്ച് കേട്ടോ. അപ്പോൾ പാകത്തിൻ്റെ വെള്ളമൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അരി അയക്കിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഇനി അരി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് നമ്മളെ കുക്കറാണ് മൂടിയൊക്കെ കേട്ടോ. അപ്പോൾ ഒരു വിസിൽ വരുന്നതിൻ്റെ മുന്നേ നമ്മൾ ഓഫാക്കും കേട്ടോ. അപ്പോൾ ഇതാക്കണ ക്യാബേജ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ നാട്ടിൽ ഒരു കമൻ്റൊക്കെ പറഞ്ഞു, നമ്മളെ നാട്ടിൽ അങ്ങനെയൊന്നല്ല കേട്ടോ പറയുക, മുട്ടക്കോസ് എന്നാണ് പറയണത്, അല്ലാതെ മറ്റങ്ങൾ പറഞ്ഞ മാതിരി ഒന്നല്ല കേട്ടോ പറയണത്. അപ്പം എന്താ കുറച്ച് ക്യാബേജ് അരിഞ്ഞ് വെച്ചിക്കണ്. പിന്നെ എന്താ നമ്മൾ മുളകും തേങ്ങയും ഒന്ന് ചതച്ചിട്ടിക്കണം കേട്ടോ. അപ്പം നാളൊക്കെ വെച്ചപ്പോൾ ഒരു രസമില്ലാത്ത മാതിരി തോന്നിയിട്ടാണ് നമ്മളെ ക്യാബേജ് ഉപ്പേരി വെച്ചത്. അപ്പം ഞാൻ തേങ്ങയും പച്ചമുളകൊക്കെ അങ്ങോട്ട് ചതച്ചെടുത്തിക്കണം കേട്ടോ. എന്നിട്ട് അത് കടുക് പൊട്ടിച്ചിട്ട് കരിയേപ്പ് ഇട്ടിട്ട് പിന്നെ നമ്മളതിലേക്ക് ഇട്ട് കൊടുത്തിക്കാണ് കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിക്കണം. ഇനി നമുക്ക് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ടതിന് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ആവിയിൽ അങ്ങനെ വേവിച്ചെടുക്കാം കേട്ടോ. ഇനി നല്ലോണം ഒന്ന് ഇളക്കട്ടെ. ആ തേങ്ങയും ആ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ഒന്ന് യോജിച്ച് വരട്ടെ. എന്നിട്ട് മൂടി വെച്ചിക്കണം കേട്ടോ. അപ്പോൾ മൂടി വെച്ചിട്ട് നമ്മൾ സിമ്മിലാക്കി ഇട്ടിക്കണം. എന്നിട്ട് പിന്നെ ഒന്ന് ഇടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ തന്നെ നമ്മളെ ക്യാബേജ് പോകും കേട്ടോ. അപ്പം ഇനി ഒന്നും കൂടെ ഞാൻ ഇളക്കി വെച്ചിക്കണം. അപ്പോൾ കണ്ടുതന്നെയാണ് നമ്മളെ നെയ്ച്ചോറ് ആകെ അങ്ങോട്ട് കയറി. നമ്മൾ ഗ്യാസ് അല്ല കുക്കർ ഓഫാക്കിയിട്ട് കണ്ട് അതിൻ്റെ വിസിൽ കളയാൻ മറന്നിട്ടോ. എത്തപ്പോൾ കാട്ടണേ കുറച്ചും ഇങ്ങോട്ട് വേഗം അതൊന്നും കുഴപ്പമൊന്നുമില്ല. ഒരു തെറ്റ് പാലിക്കാൻ പറ്റാത്തതില്ലേ അതങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു കുഴപ്പമില്ല. ഏതായാലും നെയ്ച്ചോറല്ലേ. അങ്ങനെ നമ്മൾ നെയ്ച്ചോറും ക്യാബേജും ഒക്കെ കൂട്ടി ചോറ് വെച്ചാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിക്കണോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടുക്കണമെന്ന് ഞാൻ വിചാരിച്ചണ്. അപ്പം ഇൻഷാ അല്ലാഹ് നാളെ വരാം പുതിയ വീഡിയോ ആയിട്ട്. അതുവരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും.